പെരുമ്പാവൂരിൽ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയ 4 ബംഗ്ലാദേശികളുടെ കയ്യിലും വ്യാജ ആധാറുകൾ. വിവരശേഖരവുമായി NIA വിശദാംശങ്ങളുമായി സാനു ചേരുന്നുണ്ട്. സാനു, ഈ സംഭവത്തിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അടക്കം ഇടപെട്ടിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാന പോലീസാണ് ഈ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയതെങ്കിലും തുടർ അന്വേഷണത്തിന് എന്തായാലും കേന്ദ്ര ഏജൻസികൾ എത്തിയിരിക്കുകയാണ്. ഈ പ്രതിനെ കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെ IBയുടെ വലിയൊരു സംഘം ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയിലാണ് ഇതുപോണക്ക് ഒരു വലിയൊരു കേന്ദ്രം കണ്ടെത്തിയത്. പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ആസാം മൊബൈൽസ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള ഒരു ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. ഇതിൽ നിന്നും ആസാം സ്വദേശിയായ ഹാരിജുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു 26-കാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും IBയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. എന്തായാലും ഈ അന്വേഷണത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കെ മാത്രമേ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കൂടുതലൊന്നും വെളിപ്പെടുത്താൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് IB ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷയടക്കം കൃത്യമായിട്ടുള്ള രീതിയിൽ ആസാം നിന്നുള്ള ഉദ്യോഗസ്ഥർ അടക്കം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. എന്നാൽ ഈ കേസിനെ ഒരു ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയ 4 ബംഗ്ലാദേശികളുടെ കയ്യിലും ഇത്തരത്തില് വ്യാജ ആധാർ കാർഡുകളായിരുന്നു. ആദ്യഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കാരെന്ന് തോന്നിക്കുന്ന രീതിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശികളെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവരുടെ ഭാഷയടക്കം സംസാരിക്കുന്നവർ ഈ ആധാർ കാർഡ് ഇന്ത്യയിൽ നിർമ്മിച്ച ആധാർ കാർഡ് കാണിച്ചിരുന്നു. തുടർ അന്വേഷണത്തിൽ ഫോണുകളടക്കം IB പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇവർ ബംഗ്ലാദേശികളാണെന്നുള്ള വിവരം ലഭിച്ചത്. എന്തായാലും 1000-ലധികം വ്യാജ ആധാർ കാർഡുകൾ ഈ പെരുമ്പാവൂരിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് ആരുടെ കയ്യിലാണ് പോയിരിക്കുന്നത്, ഏതൊക്കെ നാട്ടിലുള്ളവരുടെ കയ്യിലാണ് പോയിരിക്കുന്നത്, ബംഗ്ലാദേശികളുടെയും മാത്രമാണ് പോയിരിക്കുന്നത്, പാകിസ്ഥാനികളുടെയോ മറ്റ് രാജ്യങ്ങളിലുള്ളവരുടെ കൈവശമോ എത്തിപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങളാണ് ഇതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് IB തന്നെ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റമാണ്. UAPA വരെ വകുപ്പുകൾ ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ IBയുടെ ചോദ്യം ചെയ്തല്ല അവസാനിച്ചെങ്കിൽ ഇനിയും വരാൻ പോകുന്നത് NIA ആണ്. NIAയുടെ നേതൃത്വത്തിൽ നോട്ടീസ് കൊടുത്ത് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയും ഉരുത്തിരിയാണ്. എന്തായാലും NIA പോലീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ഘട്ട വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോടതി ഹാജരാക്കിയ പ്രതിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ അന്വേഷണവുമായിട്ട് എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഉണ്ടാകും. UAPA അടക്കമുള്ള വകുപ്പുകൾ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ശരി, സാനു ആണ് വിശദാംശങ്ങൾ നൽകിയത്.